നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലാണ് റയൽ മാഡ്രിഡിന് ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പയെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. PSG-യിൽ നിന്നും ഫ്രീ ട്രാൻസ്ഫറിലാണ് അദ്ദേഹം റയലിൽ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ പ്രസന്റ് ചെയ്യുകയും ചെയ്തു. ഏകദേശം 85,000-ഓളം ആരാധകർ ഈ ഒരു ചടങ്ങിൽ സംബന്ധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും കിലിയൻ എംബപ്പയുടെ വരവ് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റാർക്കുമല്ല, അവരുടെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് തന്നെയാണ്. കിലിയൻ എംബപ്പയെ എവിടെ കളിപ്പിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോഴും കിലിയൻ എംബപ്പയ്ക്ക് ഒരു പൊസിഷൻ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് ഉടൻ തന്നെ താൻ കണ്ടെത്തും എന്നുള്ള കാര്യം കാർലോ ആഞ്ചലോട്ടി തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എംബപ്പയ്ക്ക് ഒരു സ്ഥലം കണ്ടെത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. പരമാവധി അദ്ദേഹത്തിൽ നിന്നും ഊറ്റിയെടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുക. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് പരമാവധി മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്നും പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ശക്തമായ മുന്നേറ്റ നിര ഓൾറെഡി ഇതിനോടകം തന്നെ റയലിനുണ്ട്. വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗ്ഹാം, അതുപോലെ തന്നെ റോഡ്രിഗോ ഗോസ് എന്നിവർ അടങ്ങുന്ന ഒരു മുന്നേറ്റ നിരയുണ്ട്. അവിടേക്ക് കിലിയൻ എംബപ്പ കൂടി വരുമ്പോൾ അദ്ദേഹത്തിന് ഏത് പൊസിഷൻ നൽകും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയങ്ങൾ ഉള്ളത്. പക്ഷേ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കിലിയൻ എംബപ്പയെ സെൻട്രൽ സ്ട്രൈക്കർ പൊസിഷനിൽ കളിപ്പിക്കാനാണ് റയൽ മാഡ്രിഡ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. സാധാരണ രൂപത്തിൽ കിലിയൻ എംബപ്പ ഇടത് വിങ്ങിലാണ് കളിക്കാറുള്ളത്. അവിടെയാണ് കൂടുതൽ അദ്ദേഹം തിളങ്ങാറുള്ളത്. പക്ഷേ വിനീഷ്യസ് ജൂനിയർ ഉണ്ടായതുകൊണ്ട് തന്നെ കിലിയൻ എംബപ്പയ്ക്ക് സെൻട്രൽ സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കേണ്ടി വരും. വലത് വിങ്ങിൽ റോഡ്രിഗോയും ഇടത് വിങ്ങിൽ വിനീഷ്യസുമായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ സീസണിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിന് ലഭിച്ച ആ ഒരു സ്വാതന്ത്ര്യം അത് ഈ സീസണിൽ ലഭിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുറച്ച് പിറകോട്ടിറങ്ങി ബെല്ലിംഗ്ഹാമിന് കളിക്കേണ്ടി വന്നേക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും വരുന്ന സീസണിലും മികച്ച പ്രകടനം തങ്ങളുടെ ക്ലബ്ബ് നടത്തും എന്ന് തന്നെയാണ് റയലിൻ്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.